ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളിന്ന് പുതിയൊരു വീഡിയോ ചെയ്യാണ്. ഏത് പ്രായക്കാർക്കും ചെയ്യാവുന്ന കുഞ്ഞു കുഞ്ഞു എക്സസൈസുകളാണ് ചെയ്യുന്നത്. 60, 70, 80 വയസ്സൊന്നുമില്ല. സിമ്പിളായ എക്സസൈസുകളാണ്. എല്ലാവരും രാവിലെ എണീക്കുക, ചെറിയ ചെറിയ എക്സസൈസുകൾ ചെയ്യുക. എന്നിട്ട് മറ്റെന്തെങ്കിലും വർക്ക് ചെയ്യുന്നതിലേക്ക് പോവുക. നമ്മൾ എക്സസൈസ് ചെയ്യാതിരിക്കരുത്. നമ്മുടെ ഇന്ന് ജീവിതശൈലി രോഗങ്ങൾ ഏറ്റവും കൂടി വരുന്ന സാഹചര്യത്തിൽ പിന്നെ അതുപോലെ തന്നെ പാരമ്പര്യമായിട്ട് തെറ്റും ഈ ജീവിതശൈലി രോഗങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെയൊക്കെ ഒന്ന് ചെറുക്കുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ അതിനെയൊക്കെ ഒന്ന് തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് എക്സസൈസുകൾ ചെയ്യാം. എല്ലാവരും എന്നോടൊപ്പം ചെയ്യാം. നല്ല ആരോഗ്യം നിലനിർത്തുക. എല്ലാവർക്കും ആരോഗ്യം എന്നുള്ളൊരു സന്ദേശമാണ് എനിക്ക് തരാനുള്ളത്. എല്ലാവരും നല്ല ആരോഗ്യത്തോടെ ഇരിക്കട്ടെ, സന്തോഷത്തോടെ ഇരിക്കട്ടെ, സുഖമായിട്ടിരിക്കട്ടെ. എല്ലാവരും അതിനു വേണ്ടി പ്രയത്നിക്കുക. ഹലോ, നമ്മൾ ആദ്യമായിട്ട് ഒന്ന് ചെറുതായിട്ട് നടന്ന് നോക്കാം. ചെറുതായിട്ട് ഇങ്ങനെ നടന്ന് കുറേ ടൈം, ഒരു 10-40 സെക്കൻഡ് ഒക്കെ നന്നായിട്ട് ചെറുതായിട്ട് സിമ്പിളായിട്ട് നടക്കുക. നമ്മൾ ആദ്യമായിട്ടൊക്കെ യോഗ ചെയ്യുന്ന ആളുകളാണെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യുന്നത് ചെറിയ എക്സസൈസുകൾ ചെയ്തിട്ട് കുറച്ച് വലുതായിട്ട് ചെയ്താൽ മതി. ആദ്യമൊക്കെ കുറേ ചെറുതായിട്ട് ചെയ്തിട്ട് കുറഞ്ഞ ടൈമിൽ ചെയ്തിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് കൂട്ടിയെടുത്തിട്ട് നമ്മുടെ ആരോഗ്യമൊക്കെ ഒന്ന് മെച്ചപ്പെട്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അത് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് എല്ലാവരും പ്രവർത്തിക്കുക. അത് തന്നെ എനിക്ക് പറയാനുള്ളത്. എണ്ണണമെങ്കിൽ 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10. നമ്മളെന്താ പറയുക, ചെറിയ ജോഗിങ്ങുകളാണ് ചെയ്യുന്നത്. ചെറുതായിട്ട് കാല് അധികം ഉയർത്തൊന്നും ചെയ്യാതെ ചെറിയ സിമ്പിളായിട്ട് ജോഗിങ് ചെയ്യുന്നതാണ്. ജോഗിങ് ആയിട്ടുള്ള എക്സസൈസുകൾ മാത്രമേ ഇന്നിതിൽ ചെയ്യുന്നുള്ളൂ. എല്ലാവർക്കും നല്ലൊരു ആരോഗ്യം കിട്ടുക എന്നുള്ളതാണ്. ഇനി അടുത്ത് നമ്മൾ ഒരു കാല് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വെച്ചിട്ട് ചെറിയൊരു ഇത് ജോഗിങ് തന്നെ പെട്ടതാണ്. ഇടത്തെ കാല് വലത്തെ കാലിനോട് അടുപ്പിച്ചും വലത്തെ കാല് ഇടത്തെ കാലിനോട് അടുപ്പിച്ചും വെച്ചുകൊണ്ട് കുറച്ചൊരു ജോഗിങ് തന്നെ ചെയ്യാണ്. ഇതാർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. One, 2, 3, 4, 5, 6, 7, 8, 9, 10. കുറച്ച് കൂട്ടി അങ്ങോട്ട് ചെയ്താൽ മതി. എല്ലാം അങ്ങനെ എണ്ണണമെന്നൊന്നുമില്ല. നല്ല ഫാറ്റൊക്കെ കൂടിയ ആളുകൾ, ഷുഗറുള്ള ആളുകൾക്ക് ഒക്കെ ഏറ്റവും നല്ലതാണ് ഈ ബെല്ലി ഫാറ്റ് കുറച്ച് ആരോഗ്യം നിലനിർത്തുന്നത്. ഇനി അടുത്തത് ഇടത്തെ കാല് വലത്തെ കാലിനോട് അടുപ്പിച്ചിട്ടും അങ്ങനെ കൈയും അങ്ങനെ തന്നെ പൊക്കിയിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് അങ്ങനെ കൊടുക്കുക. നന്നായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് കൂടുതൽ ചെയ്യാം. നല്ല ശരീരത്തിന് നല്ലൊരു ആ ശരീരം ഒരു സൈഡിലേക്ക് ഒന്ന് ബെൻഡ് ചെയ്യുന്ന സമയത്ത് വാരിയെല്ലിൻ്റെ ഭാഗത്തൊക്കെ നല്ലൊരു എക്സസൈസ് കിട്ടും. പക്ഷെ അത് ഓവറായിട്ട് അങ്ങനെ ചെയ്യരുത്. അടുത്തൊരു ശക്തിയിൽ, അതായത് ഒരു എന്താ പറയുക,
കൈക്കൊക്കെ ഒരു ബലം കൊടുത്തുകൊണ്ടിട്ട് ഒരിടത്തോട്ടും വലത്തോട്ടും കൈ കൊടുക്കുക. അതുപോലെ തന്നെ കാല് അടുപ്പിച്ച് വെക്കുക, അല്ലെങ്കിൽ അവിടെ തന്നെ ഒന്ന് ചവിട്ടിയാലും മതി. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. അതിന് കൈകൊണ്ടൊരു ബലം കൊടുക്കണം. അപ്പോൾ ശരീരം നല്ലൊരു ബലം കിട്ടും. വൺ, 2, 3, 4, 5, 6, 7, 8, 9, 10, 9, 8, 7, 6, 5, 4, 3. ഇനി അടുത്തത് നമുക്ക് കൈ രണ്ടും ഒരു വശത്തേക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് കാലും വെച്ചിട്ട് ആ അരക്കെട്ടിന് നല്ലൊരു എക്സസൈസ് കിട്ടുന്നതാണ് ഇതൊക്കെ. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം അല്ലേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5. ഇനി ഓരോരുത്തരും കൂട്ടി ചെയ്യാം. അത് തന്നെ ഓപ്പോസിറ്റ് കാല് മുന്നിലേക്ക് വെച്ചിട്ട് ഓരോരോ ഓപ്പോസിറ്റായിട്ട് വെച്ചിട്ട് കൈയും അതുപോലെ തന്നെ നേരത്തെ ചെയ്തതുപോലെ ഫ്രണ്ടിലോട്ട് കാല് വെച്ചിട്ട് ചെയ്യാം. ചെയ്ത് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി അതുപോലെ തന്നെ കാല് ഓപ്പോസിറ്റ് സൈഡിലേക്ക് കാല് ബലമായിട്ട് കാലും കൈയും ബലമായിട്ട് വെച്ചുകൊണ്ട് ഒന്ന് എക്സസൈസ് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി ബാക്കി ഇങ്ങനെ കൂട്ടി ചെയ്താൽ മതി. ഇവിടെ നമുക്ക് കൈയിൻ്റെ എക്സസൈസ് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ടൊരു എക്സസൈസ് കൊടുക്കുകയിനി. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊടുത്തുകൊണ്ട് അങ്ങനെ കൈയും കാലും ഒരേപോലെ വർക്ക് ചെയ്യിച്ചുകൊണ്ട് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7. ഇനി അടുത്തത് കുറേ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഇനി കൈ ഒന്ന് ചുഴറ്റിയിട്ട് ചെയ്യാം അല്ലേ. നല്ല ഷോൾഡറിനൊക്കെ നല്ലൊരു എക്സസൈസ് കിട്ടട്ടെ. 1, 2, 3, 4, 5,
6. ഇനി അത് കാലും കൈയും കൂടി ഒരുമിച്ച് ചെയ്യാം. 1 2 3 4 5 6 7 8. നല്ലൊരു എക്സസൈസാണ് ഇത്. ഇനി ഓപ്പോസിറ്റിലേക്ക് 2 3 4 5 6 7 8 9 10. ഇനി നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് കൂട്ടി ചെയ്യാം കേട്ടോ. ഒരു എണ്ണം തന്നെ കുറേ പ്രാവശ്യം ചെയ്യണം, എന്നെങ്കിലാണ് നമുക്കത് ശരീരത്തിന് അതൊരു എഫക്റ്റ് ആവുന്നുള്ളൂ. നമ്മൾ ഷുഗറുള്ള ആളുകൾ, ബെല്ലി ഫാറ്റുള്ള ആളുകളൊക്കെ വയറ് കുറയാൻ നല്ലൊരു എക്സസൈസാണ് നമ്മൾ അടുത്തത് ചെയ്യുന്നത്. അത് നന്നായിട്ട് കാല് ആദ്യം ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ കാല് പൊക്കി പിടിക്കാൻ പറ്റിയല്ല. അതുകൊണ്ട് സിമ്പിളായിട്ട് ചെറുതായിട്ട് കാല് പൊക്കിയിട്ട് ചെയ്താൽ മതി. അത് കുറച്ച് എണ്ണം ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 1 2 3 4. ഇനി നമ്മൾ ഓപ്പോസിറ്റ് കാല് കൊടുക്കുക. അതിൽ കൂടിയിട്ട് ഓപ്പോസിറ്റ് കാല് കൊടുത്ത് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. നമ്മൾ കൂട്ടി ചെയ്യുക അതിൻ്റെ കൂടെ. നമ്മൾ കാലൊന്നുകൂടി കൈ ഉയർത്തി പിടിച്ചിട്ട് കാല് നന്നായിട്ട് ഒന്ന് പൊക്കിയിട്ട് ചെയ്യുക. ശരിക്കും അത് ഷുഗറൊക്കെ ഉള്ള ആൾ നല്ലതാണ്. പാൻക്രിയാസിൻ്റെ പ്രവർത്തനമൊക്കെ നന്നായിട്ട് മെച്ചപ്പെടും. 3 4 5 6 7 8 9 10 1 2 3 4 5 6 7. ബാക്കി അങ്ങോട്ട് കൂട്ടി ചെയ്യട്ടോ. 2 കാല് ചെറുതായിട്ട് പൊക്കിയിട്ടൊന്ന് വീതി എടുത്ത് വെച്ചിട്ട് അത് ചെയ്യാൻ പറ്റും. അത് കുറച്ച് പ്രയാസമാണ് അത് ചെയ്യാൻ. കുറച്ച് ഏജായ ആളുകൾക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. കുറച്ച് അത് ചെയ്യാൻ പറ്റാത്ത ആളുകൾ, ഇത് ചെയ്യാൻ പറ്റാത്ത ആളുകൾ വേറെ ഏതോ നേരത്തെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന എക്സസൈസ് അതിൻ്റെ തുടർന്ന് ചെയ്താൽ മതിയേ. എത്ര റിസ്ക് ഉള്ളതാണ്. അതിൻ്റെ കൂട്ടത്തിൽ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇനി കാൽമുട്ട് കൈയും കൊണ്ട് ഒന്ന് നന്നായിട്ട് ചെയ്യാം. കാല് നന്നായിട്ട് പൊക്കിയിട്ട് കൈമുട്ട് കാലിൻ്റെ മുട്ടിന് കൊടുത്തുകൊണ്ട് 1 2 3 4 5 6 7 8 9 10 1 2 3. ഇനി ബാക്കി കൂട്ടി ചെയ്യാം കേട്ടോ. ഇനി കാല് നന്നായിട്ട് പൊക്കിയിട്ട് കൈ ഷോൾഡറിന് കൈ കാലിൻ്റെ പാദത്തിലേക്ക് കൊടുത്തുകൊണ്ട് നല്ലൊരു എക്സസൈസ് ചെയ്യണം. One 2 3 4 5 6 7 8 9 10. നമുക്ക് വയറിനൊക്കെ നല്ലൊരു എക്സസൈസ് കിട്ടും. എനിക്ക് ഒരു പ്രാവശ്യം കൂടി ചെയ്യാം. 1 3 4
5 6 7 8 9 10. ഇനി കൈ രണ്ടും പൊക്കി പിടിച്ചിട്ട് 3 4 5 6 7 8 9 10. ഇനി ശരീരം നല്ലൊരു സ്ട്രെച്ചിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കാല് രണ്ടും പൊക്കി, കാല് പൊക്കുക, കൈ പൊക്കുക, നന്നായിട്ടൊന്ന് ആഞ്ഞ് മേലോട്ട് വിരിയുക. നല്ലൊരു എക്സസൈസാണിത്. ഇതെന്ന് വെച്ചാൽ നമുക്ക് സാധാരണ എന്നും എക്സസൈസ് ചിലപ്പോൾ സമയത്ത് നമുക്ക് രാവിലെ ചില സമയത്ത് എക്സസൈസ് ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും ചില ദിവസങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ എന്തെങ്കിലും പല കാരണങ്ങൾ, നമുക്ക് നേരത്തെ എവിടെയെങ്കിലും പോകാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ രാവിലെ എണീറ്റ് ഇതൊരു ഒന്നുമില്ല വേണ്ട, ജസ്റ്റ് ഒരു ബാത്റൂമിൽ പോകുന്ന സമയം തന്നെ ചെയ്താൽ മതി. ഒരു കുറേ പ്രാവശ്യം ഇതും ഈ ഒരു എക്സസൈസ് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ വേറൊന്നും കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം നമുക്ക് പറയാം. ഇതിൻ്റെ കൂടെ ഇനി വേറെ സ്ട്രെച്ചിങ് കൂടെ നല്ലോണം കുനിഞ്ഞിട്ട് ബാക്കിൽ നല്ലോണം ബെൻഡായി നിന്നിട്ട് പിന്നെ നന്നായിട്ട് കുനിഞ്ഞിട്ട് എക്സസൈസ് ചെയ്യുക. ആ ബട്ടക്സ് നല്ലോണം പൊക്കിയിട്ട് വേണം നമ്മൾ കുനിയണമെങ്കിൽ. ഈ രണ്ട് എക്സസൈസ് ഇപ്പം ചെയ്യുന്ന ഈ രണ്ട് എക്സസൈസ് ഇല്ലേ, അത് നമ്മൾ ചില സമയത്തൊക്കെ നമുക്ക് രാവിലെ നേരം ഉണ്ടാവില്ല ചെയ്യാൻ, വീട്ടിൽ നിന്ന് എന്തെങ്കിലും തിരക്കിട്ടപ്പോൾ അപ്പോൾ രാവിലെ എണീറ്റ് കുളിമുറിയിൽ പോയിട്ട് ചെയ്താലും മതി. അപ്പോൾ നമ്മൾ കുളിക്കാനൊക്കെ പോകുന്ന സമയത്ത് അവിടെ നിന്നിട്ടും കുറേ ഈ രണ്ട് എക്സസൈസുകൾ നന്നായിട്ട് കുറേ സമയം ചെയ്താൽ തന്നെ അന്നത്തെ ഒരു എക്സസൈസിൻ്റെ ഒരു ഫലം കിട്ടും. അതിന് വേണ്ട നല്ല സ്ട്രെച്ചിങ് ആണത്. നന്നായിട്ട് ചെയ്താൽ മതി അത് കുറച്ച് നേരം. ഇപ്പോൾ ടൈം ഇല്ലാത്ത സമയത്ത് മാത്രമാണ്. ഇത് നല്ലൊരു എക്സസൈസാണ്. ഈ സ്ട്രെച്ചിങ് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമുക്ക് നേരമൊന്നുമില്ലെങ്കിൽ ഇത് ചെയ്താൽ മതി. നല്ലൊരു എക്സസൈസാണിത്. പിന്നെ അടുത്ത ദിവസങ്ങളിലൊക്കെ നന്നായിട്ട് ബാക്കിയുള്ള എക്സസൈസും കൂടെ അടുത്ത ദിവസം കൂടി ചെയ്താൽ മതി. അപ്പോൾ ഇന്ന് പെട്ടെന്ന് പോകാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും നേരം കിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തും കൊണ്ട് എക്സസൈസുകൾ ചെയ്യാം. എല്ലാവർക്കും നല്ലൊരു ദിനം നേരുകയാണ്.